അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതം എങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഹൗ ടു ഓർഗനൈസ് അവർ ലൈഫ് വെൻ എവറിത്തിങ് ഫീൽസ് മെസ്സി. പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴായിട്ടും നമ്മുടെ ലൈഫ് വല്ലാതെ അലങ്കോലപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലെ. എല്ലാം ഒന്ന് ശരിയാക്കണം, എല്ലാം ഒന്ന് ഓർഡറിലാക്കണം, എല്ലാം ഒരു ഡിസിപ്ലിൻ ലെവലിൽ കൊണ്ടുപോകണം, എല്ലാം ഒരു റുട്ടീൻ ആക്കണം എന്നൊക്കെയുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. അപ്പോൾ നമുക്ക്, അതായത് എനിക്കും തനിക്കും നമ്മുടെ ചുറ്റിലുള്ള എല്ലാ പേർക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പല സമയങ്ങളിലായി വരാറുണ്ട്. നമ്മൾ എത്ര നല്ല രീതിയിൽ കൊണ്ടുപോയാലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ എല്ലാം ഒന്ന് മെസ്സപ്പ് ആയതുപോലെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് പോലെ, എന്തൊക്കെയോ എവിടെയൊക്കെ ഫിക്സ് ചെയ്യാനുള്ളതായിട്ട്, അല്ലെങ്കിൽ എല്ലാം ഒന്ന് റീ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടൊക്കെ നമുക്ക് ഒരു തരം എന്താ പറയുന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം എന്നുള്ളത്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. അതായത് നമ്മുടെ ബിസി ഷെഡ്യൂൾസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ പെയിൻ ആവാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒബ്സ്റ്റക്കിൾസ് ആവാം, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഒരു കാര്യമില്ലാത്ത കൈകടത്തലുകളാവാം. അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവാം നമ്മുടെ ഈ ലൈഫ് ഇങ്ങനെ മെസ്സപ്പ് ആവുന്നതിന്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉള്ളതെങ്കിൽ നമുക്കതൊന്ന് ശരിയാക്കാം. എങ്ങനെ നമുക്ക് ഈ ഒരു ലൈഫിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു 7 സ്റ്റെപ്സ് ഞാൻ പറയാം. ഈ 7 സ്റ്റെപ്പില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്സെപ്റ്റ് ദ റിയാലിറ്റി. നമ്പർ 1, അതായത് നമ്മുടെ പ്രശ്നങ്ങളാണെന്നും നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളതും, നമ്മൾ സുഖമാണോ നോക്കുമ്പം സുഖമല്ല എന്നുള്ളതും ഒക്കെ നമ്മൾ സ്വയം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. പല കാര്യങ്ങളിലും നമ്മുടെ ആൻസർ നോ ആണെന്നും നോട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നും നമ്മൾ ഒട്ടും ഓക്കെ അല്ല എന്നും നമ്മൾ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്നൊക്കെ ഉള്ള റിയാലിറ്റി ഇല്ലേ, ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അക്സെപ്റ്റൻസിന് ഉള്ള ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്താന്ന് പറയട്ടെ, അത് നമ്മുടെ പ്രഷർ കുറയ്ക്കും. നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങളും നമുക്ക് ഈ മടുത്തു എന്ന് തോന്നില്ല, വല്ലാതെ നമ്മളെ എക്സോസ്റ്റഡ് ആവില്ല. ഇതിലെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നുണ്ടാവുന്ന പ്രഷർ ഇല്ലേ, നമ്മുടെ മാനസിക സമ്മർദ്ദം ഇല്ലേ, അത് ഒരുപാട് അങ്ങ് സെറ്റിൽ ഡൗൺ ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ജേർണിയിൽ. നമുക്ക് മുന്നോട്ട് പോകാന്നതിന്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്സ് നോക്കുന്നതിന് നമ്മൾ ഈ ഒരു അക്സെപ്റ്റൻസ്, നമ്മുടെ പ്രഷർ ഒന്ന് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 2, എവിടെയൊക്കെയാണ് നമ്മളൊന്ന് റീഓർഡർ ചെയ്യേണ്ടത്, റീസ്ട്രക്ചേർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് എല്ലാം ഒന്ന് സെറ്റ് ആക്കേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഈ മനസ്സിൽ നമ്മൾ പലതവണ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ. അതുപോലെ ഒരു നോട്ട് ബുക്ക് എന്ന് പറയുന്ന സാധനം, അത് ഒരു ജേർണൽ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സാധാരണ നോട്ട് ബുക്ക് നമുക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നോട്ട് ബുക്ക്. അതുപോലെ ഒരു പേനയും. നമുക്ക് ഈ കാര്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മിച്ച് വെക്കുന്നതിനും, ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും, മറക്കുന്നതിനും, നമ്മുടെ മനസ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു നോട്ട്ബുക്കും പേനയും നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഒരു നോട്ട്ബുക്കും ഒരു പേനയും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പം എൻ്റെ ലൈഫിൽ മെസ്റ്റപ്പ് ആയി കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ ഞാൻ അതിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, അപ്പൊ തൻ്റെ ലൈഫിൽ മെസ്റ്റ് ഔട്ട് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആകെ താറുമാറായിട്ട് കിടക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് പൈസ വരുന്നുണ്ട്, പോകുന്നുണ്ട്, നമ്മൾ വല്ലാതെ ഫിനാൻഷ്യലി ടൈറ്റ് ആവുന്നുണ്ട്, ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ പൈസ വരാനുള്ള ഒരു വഴിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, എന്നാൽ എല്ലാം ആകെ ഒരു ബ്ലർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വളരെ പ്രഷറൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല റീസൺസ് ഉണ്ടാവാം. അപ്പോൾ ഫിനാൻസിലാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫിനാൻസ് നിങ്ങൾക്ക് ഒന്നായിട്ട് എഴുതി വെക്കാവുന്നതാണ്. ഇനി പേഴ്സണൽ റിലേഷൻഷിപ്പ്,
പേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കാര്യമാണ് പല സാഹചര്യത്തിലും. അതിലാണ് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങളുടെ ഹെൽത്ത് ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ കേട്ടോ. ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ വളരെ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസോ അല്ല. നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ അത് നമുക്ക് ഉള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ആണ്. നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അങ്ങനെ ഏതൊരു തരത്തിലുള്ള ഹെൽത്തും നിങ്ങൾക്കൊരു മാറ്റർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അതും എഴുതി വെക്കുക. പിന്നെ അക്കാദമിക്സ് അല്ലെങ്കിൽ കരിയർ. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അക്കാദമിക്സിലുള്ള കോംപ്ലിക്കേഷൻസ് അതാണ് ഉള്ളതെങ്കിൽ അത് എഴുതി വെക്കാം. ഇനി കരിയർ ആണെങ്കിൽ പറയേ വേണ്ട, ഒരു 1000 പ്രശ്നങ്ങളാണ്, 1000 സ്ട്രെസ് ആണ് അല്ലെ. അപ്പൊ കരിയർ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഡെയിലി റുട്ടീൻ ആണെന്നുണ്ടെങ്കിൽ, ഡെയിലി റുട്ടീൻ ആകെ താളം തെറ്റി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട സെൽഫ് ആയിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ എന്താണ് പ്രോപ്പറായിട്ട് നമ്മളുടെ ലോണ്ട്രി, നമ്മുടെ ക്ലോത്ത്സ് മടക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുക, എന്തിന് നമ്മുടെ ബെഡ് പോലും പ്രോപ്പറായിട്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളില്ല. അങ്ങനെയുള്ള നമ്മുടെ ഡെയിലി റുട്ടീൻസ്, നമ്മുടെ സെൽഫ് കെയറും അങ്ങനെയാണെങ്കിൽ അത് എഴുതി വെക്കാം. ഇനി എന്താ നമ്മുടെ സ്ലീപ്പ്, അത് വിട്ടുപോയത് കേട്ടോ. സ്ലീപ്പ് അത് പ്രോപ്പറായിട്ട് ശരിയാവുന്നില്ല. എത്ര ശ്രമിച്ചാലും ഒരുപാട് വൈകി മാത്രം ഉറങ്ങാൻ പറ്റുന്ന, രാവിലെ വല്ലാതെ സമ്മർദ്ദപ്പെട്ട് ചാടി എണീറ്റ് ഓടി നടന്ന് പോവേണ്ടി വരുന്ന, അങ്ങനെയൊക്കെയുള്ളൊരു സ്ലോപ്പ് അല്ല അങ്ങനെയൊക്കെയുള്ളൊരു സ്ലീപ്പ് ഡിസോർഡർ ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ അത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, അപ്പൊ എനിക്ക് ഏതൊക്കെയാണ് മെസ്റ്റപ്പായി കിടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ തന്റെ ഏതൊക്കെയാണ് മെസ്റ്റപ്പായി കിടക്കുന്നതെന്ന് നോക്കിയിട്ട് അതെന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം. ഈ നോട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കളയല്ലേ, അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോട്ട് ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അയ്യോ എല്ലാം റോങ് ആണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു പോയിന്റിൽ നിന്നും അങ്ങനെ എല്ലാം റോങ് അല്ല, ഇന്ന ഇടങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് റോങ് ആയിട്ടുള്ള എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ആകെ മൊത്തം ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ക്ലാരിറ്റി എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഏതൊക്കെയാണ് ഏരിയാസ് ഓഫ് ഫോക്കസ് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കേണ്ടത്. നമ്പർ 3, സ്റ്റാർട്ട് വിത്ത് എനി വൺ സ്മോൾ ഏരിയ ഫസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി, എവിടെയൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയാസ് എന്നുള്ള ഐഡിയ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വർക്ക് ചെയ്ത് എല്ലാം കൂടി സെറ്റ് ആക്കാന്ന് വിചാരിച്ചാൽ ഒന്നും സെറ്റ് ആവില്ല. നമ്മൾ കൂടുതലായിട്ട് എല്ലാം തകിടം മറിഞ്ഞു, ഇത് ആദ്യത്തെക്കാൾ നമ്മൾ മെസ്റ്റപ്പ് ആയി എന്നുള്ള ഒരു പോയിന്റ് അല്ലായിരിക്കും നമ്മൾ വന്ന് പെട്ടുപോകാന്ന് പറയില്ലേ, അതുപോലെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഡെയിലി റുട്ടീൻസ് ആൻഡ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ. അതായത് നമ്മൾ അത് ഈ സ്ലീപ്പിംഗ് ഷെഡ്യൂളൊന്നും നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, പക്ഷെ നമുക്ക് പതുക്കെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി റുട്ടീൻസ് നമ്മൾ മാറ്റുക, നമ്മൾ ഉറങ്ങുന്നതിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് ഒരു തുടക്കം മുതൽ ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ടൈം ലൈൻ ബേസ്ഡ് ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് അവിടെ നിന്ന് തുടങ്ങി നോക്കാം. അപ്പൊ അതൊരു ബിഗിനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് എനിക്ക് നെക്സ്റ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ ഹെൽത്ത്. ഇപ്പോൾ മാൽ ന്യൂട്രീഷൻ കാരണം, അതായത് ഏതെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ കാരണമായിരിക്കും കൂടുതലും നമുക്ക് ഈ പറയുന്ന മൂഡ് സ്വിങ്സും ഹെഡേക്കും അതുപോലെ തന്നെ ഹെയർ ഫോളും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഉള്ളത്, സ്ട്രെസ്സും ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എപ്പോഴും ക്ഷീണം, എപ്പോഴും തളർച്ച, ഒന്നിനും പറ്റുന്നില്ല. ഇതൊക്കെ പലപ്പോഴും മാൽ ന്യൂട്രീഷൻ കാരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആ മേഖലയിൽ ഒരു സ്റ്റെപ്പ് ഒന്ന് ഒരു ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറ്റുന്ന കാര്യങ്ങളുടെ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന 1 by 1 എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോവാം. ഇതിന് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ
അത് നമുക്ക് സമാധാനം തരും. എല്ലാം കൂടി ഒരുമിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ അല്ലേ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ കൂടി എന്ത് കിട്ടും, നമുക്കൊരു നല്ലൊരു സമാധാനവും ഓക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് വരും. അതായത് നമുക്ക് വീണ്ടും ഒരു നെക്സ്റ്റ് കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള, ഇവഞ്ച്വലി നമുക്ക് അതിന്റെ അടുത്തുള്ള വേറെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ ഓരോ എണ്ണത്തിലേക്ക് നെക്സ്റ്റ് പോകാനുള്ള നമുക്ക് ഉണ്ടാവും, ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. അതുപോലെ നമുക്കൊരു കോൺഫിഡൻസും എനിക്ക് പറ്റും. അപ്പൊ ഇത്രയും നാളെ പറ്റാതെ ഇരുന്ന ഈ ഒരു കാര്യം ഞാനിപ്പോ ബെറ്റർ ആവുന്നുണ്ടല്ലോ, സോ എനിക്ക് ഇനിയും പറ്റും എന്നുള്ള തരത്തില് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം തരും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇപ്പോ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്, നമുക്കൊരു ഒരു ഒരു അച്ചീവ്മെന്റ്, ഒരു അക്കംപ്ലിഷ്മെന്റിന്റെ ഒരു ഹാപ്പിനെസ് കൂടി നമുക്ക് ഉണ്ടാവും. കാരണം നമ്മളൊരു ചെറിയ കാര്യമെങ്കിലും ഫിക്സ് ചെയ്തല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സമയം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ആക്കിയിട്ട് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകുക. നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും അത് ഒന്നും നമുക്ക് ഒറ്റയടിക്ക് കിട്ടില്ല. ഓവർ നൈറ്റ് കൊണ്ട് നമുക്ക് ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടെ കൺസിസ്റ്റൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ടും പറ്റും. നമ്പർ 4, ക്രിയേറ്റ് എ സ്ട്രക്ചേർഡ് ഡേ. അതായത് ഒരു ഡേയെ കുറിച്ചുള്ള ഒരു ഘടന നമ്മൾ തയ്യാറാക്കുകയാണ്. അതായത് ഞാനിപ്പോൾ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അതിപ്പോൾ വീക്കെൻഡ് ആവട്ടെ, ഓഫ് ഡേ ആവട്ടെ, ഒന്നും ചെയ്യാനില്ലാത്ത ഡേ ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും സങ്കടപ്പെട്ട് തലേദിവസം കരഞ്ഞുറങ്ങിയ ഡേ ആവട്ടെ, എനിക്ക് ഏറ്റവും വയ്യാത്തൊരു ഡേ ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ദേഷ്യം പിടിച്ചൊരു ഡേ, എന്ത് തന്നെ ആണെങ്കിലും ശരി, ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ രാവിലെ കുളിച്ചത് കൊണ്ട് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ നീരിറക്കം അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിന്ന് കുളിക്കാനല്ല, ഒരു 10 മിനിറ്റ്സ് നിങ്ങളൊന്ന് കുളിച്ച് കഴിഞ്ഞ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താൽ അത് ഭയങ്കര അടിപൊളി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജ്, അത് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജ് കൂടെ കടന്നുപോയ ഒരാളാണ്. അത് ഞാൻ പറയാം ആ കഥ. അപ്പോൾ ഇപ്പോഴല്ല, പിന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കൂടി, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഹീലിംഗ് സ്റ്റേജിൽ എത്തിയപ്പം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹാബിറ്റാണ് എവ്രി ഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊന്ന് ഫ്രഷപ്പ് ആവുക. അതായത് കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ബാത്ത്, നമ്മുടെ തലയിൽ വെള്ളം വീഴണം, എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ബുദ്ധിയും നമ്മുടെ മനസ്സും ഒക്കെ ഉണരുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒന്ന് നമ്മൾ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഹെയർ നനഞ്ഞ് നന്നായിട്ട് നമ്മുടെ തലയോട്ടി, നമ്മുടെ സ്കാൽപ്പിൽ വെള്ളം ഓരോ കോണിലും വീണുകൊണ്ടുള്ള ഒരു നല്ലൊരു കുളി നമ്മുടെ ദിവസം തുടങ്ങാൻ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഹോട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ സാധാരണ ഈ ലൈഫ് സെറ്റ് ആക്കുന്നതും നമ്മുടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പൊതുവിൽ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ ഓവർനൈറ്റ് ഓട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഉള്ളത്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ജനിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഫിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഉണർവ് തരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഹോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവാം. അപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എങ്ങനത്തെ ദിവസമാണെങ്കിലും, അതിന്റെ തലേ ദിവസം ഏത് തരത്തിലുള്ള ദിവസമാണെങ്കിലും ശരി, ഇന്നത്തെ ദിവസം എങ്ങനെ ആവാൻ പോകുന്നതാണെങ്കിലും ഞാൻ തണുത്ത വെള്ളത്തിലൊരു കോൾഡ് ഷവർ എടുക്കാറുണ്ട്. അതിനുശേഷം ഞാൻ ഒരു നല്ലൊരു ഹോട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ചെറിയൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് കഴിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. അതിനുശേഷമുള്ള പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിൽ സ്കിപ്പായി പോകാറും മെസ്സപ്പായി പോകാറൊക്കെ ഉണ്ട്. അത് എനിക്കിങ്ങനെ ഓരോ ഫേസസ് ആയിട്ട് എനിക്കിങ്ങനെ റീഓർഗനൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെയും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ പൈലിട്ടായിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഇരിക്കുന്നതോടും പിന്നെയും ക്ലിയർ ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഒരു സ്റ്റാർട്ടിങ് എപ്പോഴും എനിക്ക് ഭയങ്കര സ്മൂത്താണ്. കാരണം ഈ ഒരു കോൾഡ് ഷവർ ആൻഡ് ഹോട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഡേ നമ്മളിങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക. രാവിലെ എണീറ്റാൽ എനിക്ക് ആദ്യം ഇന്ന കാര്യം ചെയ്യുക, അത് കഴിഞ്ഞ് ഇന്നത്,
ഇത്ര മണിക്കൂറേ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുകയുള്ളൂ, ഇത്ര മണിക്ക് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കും. ഞാൻ ജോലിക്ക് പോകുമ്പം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ ഞാൻ മിക്സ് ചെയ്യില്ല. അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആ ഒരു പ്രൊഫഷണൽ തിങ്സ് ഞാൻ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരില്ല എന്നുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ടൈം ലൈൻ, ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ടൈം ലൈൻ അല്ലെങ്കിൽ അതൊരു ടൈം ടേബിൾ ഒന്നുമല്ല കേട്ടോ. ടൈം ലൈൻ എന്ന് പറയുന്നതും ടൈം ടേബിൾ എന്ന് പറയുന്നതും ഡിഫറെൻ്റാണ്. നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഒന്നും പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അൺലെസ് ഇഫ് നമ്മളിപ്പം കുട്ടിക്കാലം തൊട്ട് അങ്ങനെ ഒരു ഡിസിപ്ലിൻ സ്ട്രക്ചർ വളർന്നവരാണെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. അല്ലാത്തടത്തോളം നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഇങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടൈം ലൈൻ അതൊന്ന് എഴുതി വെക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു നോട്ട്ബുക്ക് വന്നപ്പോൾ എൻ്റെ നോട്ട്ബുക്ക് ഞാൻ കാണിച്ചത്. അപ്പൊ ഈ ഒരു നോട്ട്ബുക്ക് ഭയങ്കര എനിക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പറ്റുന്നുണ്ട്. എനിക്ക് വളരെയധികം മെന്റൽ ക്ലാരിറ്റി അതിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതിപ്പം ഇപ്പൊ പറയുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ്, നമ്മുടെ ഒരു ടൈം ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെന്റൽ ക്ലാരിറ്റിയും പീസും സമാധാനവും മുന്നോട്ട് പോകാനുള്ള ഒരു വെളിച്ചം, ആ ഒരു പാതയിൽ ഒരു വെളിച്ചം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്പർ 5, റിമൂവ് വാട്ട് ഇസ് ഡ്രെയിനിങ് യു എന്നുള്ളതാണ്. അതായത് നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യമല്ല, പല കാര്യങ്ങളും നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സ് ആയിരിക്കാം, പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചില അഡിക്ഷൻസ് ആയിരിക്കാം, ഫോൺ അഡിക്ഷൻസ് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലുള്ള അഡിക്ഷൻസ്. അങ്ങനെ പല അഡിക്ഷൻസ് ഉണ്ടല്ലോ. ഈ സോ കോൾഡ് അഡിക്ഷൻസ് അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് പേഴ്സണൽ അഡിക്ഷൻസ് നമ്മൾ ഓരോ ആൾക്കാർക്കും ഉണ്ടായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ എനർജി എടുത്തിട്ട് നമ്മളെ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ സ്റ്റക്കായി നിർത്തുന്ന, ഡ്രെയിൻ ആക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ഒട്ടും ഫോക്കസ് ചെയ്യാതിരുന്നാൽ നമ്മളെ കുറേ എനർജി അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്ന് ബാക്കി വരുന്ന എനർജി മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് റീസ്ട്രക്ചർ ആക്കാനോ ഓർഗനൈസ് ആക്കാനോ റീബിൽഡ് ചെയ്യാനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വീണ്ടും ഒരു മിസ്മാച്ച് വരും, ഒരു ഇംബാലൻസ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയും നാള് ഡ്രെയിൻ ചെയ്തല്ലോ, മതി എന്ന് നമ്മൾ അതിനോട് പറയുക. നമ്പർ 6, ഫോക്കസ് ഓൺ പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാണ്. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, അതായത് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. എനിക്കുണ്ടായിരുന്ന ഒരുപാട് പോരായ്മകളിൽ ഒരു പോരായ്മ എൻ്റെ പെർഫെക്ഷനിസം ആണ്. എന്ത് കാര്യവും അങ്ങേയറ്റം പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടും അതിന്റെ പ്രോഗ്രസിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അതിന്റെ പെർഫെക്ഷനിസം ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഈ പെർഫെക്ഷൻ അല്ലാത്ത അതായത് ചൈനീസിലെ അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്, വാബി സാബി എന്ന് പറയും. അതായത് ഈ ഇംപെർഫെക്ഷൻസിലെ ഒരു ബ്യൂട്ടി കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള ഇംപെർഫെക്ഷൻസിനെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുക അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ, നമുക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവാനും മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് നാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രത്തോളം എന്നെ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്, എന്നെ അത്രത്തോളം ഇല്ലാതാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് എനിക്കുണ്ടെന്ന് ഞാൻ എന്ന് മനസ്സിലാക്കിയോ അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എന്ന് ഞാൻ തീരുമാനമെടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ നന്നായിട്ടേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പെർഫെക്ഷനിസം ഒന്നുമില്ല, എന്നാൽ എനിക്ക് പ്രോഗ്രസ് ഉണ്ട്. കാരണം ഞാൻ പെർഫെക്ഷനിസം ഒരു കാര്യം എനിക്ക് പെർഫെക്റ്റ് ആവണ്ട, പക്ഷെ നല്ല രീതിയിൽ പറ്റുന്ന പോലെ നല്ലതാക്കാൻ ശ്രമിക്കാറുണ്ട്. ആ നല്ലതല്ലാത്ത ഏരിയാസ് കണ്ണിപ്പെടാറുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റിൽ ഞാൻ മൂവ് ഓൺ ചെയ്യാറുണ്ട്, മുന്നോട്ട് പോകാറുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു ഐഡിയ എനിക്കിപ്പോ ഉണ്ട്. ഇപ്പൊ എപ്പോഴും പ്രോഗ്രസ്, കൺസിസ്റ്റൻസി, ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും സ്ഥിരമായി ചെയ്യാനും മുന്നോട്ട് പോകാനും ഉള്ള ഒരു ആർജവം നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. നമ്പർ 7, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. അപ്പൊ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുന്നതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഞാൻ നേരത്തെ തന്നല്ലോ. മൈൻഡിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, ഈ നമുക്ക് വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. അവർ നമ്മളെ എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്തോട്ടെ, നമ്മളെ എന്ത് തരത്തിൽ മോശമായിട്ട് അഹങ്കാരിയെന്നോ ധിക്കാരിയെന്നോ
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില് ആണെന്നോ ഒക്കെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തേച്ചിട്ട് പോയെന്നോ തേക്കാതെ പോയെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ സ്വന്തം കാര്യം നോക്കുന്ന ആളാണെന്നോ എന്നും പറഞ്ഞോട്ടെ, ഇത്രയും കാലം അങ്ങനെയൊന്നും അല്ലാതിരുന്നപ്പോ ആരും ഇല്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന സങ്കടങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ അവർക്ക് ആർക്കെങ്കിലും പറ്റിയോ? പറ്റിയില്ലല്ലോ. നമുക്ക് നമ്മളേ ഉള്ളൂ, എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മളൊന്നും അല്ല എന്ന് പറയുന്ന ആരും നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുക. മൈൻഡ് ക്ലിയർ ചെയ്യുക, ആവശ്യമില്ലാത്ത ഒന്നും മൈൻഡിലോട്ട് എടുക്കാതിരിക്കുക, ഒന്നും പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ബോഡി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ബോഡി നല്ല ആഹാരങ്ങൾ നമ്മളതിന് കൊടുക്കുക. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഹോമാണ് നമ്മുടെ ബോഡി എന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവുക. ഈ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ മൈൻഡാണ്. ഈ മൈൻഡ് നന്നായിട്ട് കൊണ്ടുപോയാലേ നമുക്ക് ജീവിതമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ എല്ലാ മനുഷ്യർക്കും ലൈഫ് മെസ്സിയാണ്, എല്ലാവർക്കും ലൈഫ് അലങ്കോലപ്പെടും, ചിലപ്പോൾ തകർന്ന് തരിപ്പണമാവും, പലതും ആവും. പക്ഷെ നമ്മൾ ജീവിച്ചേ പറ്റൂ, നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജീവിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് ഓരോ തവണ അവസരമുണ്ട്. ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല, ഒന്നും തീർന്നു പോയിട്ടില്ല. നമുക്ക് എപ്പോഴും നമുക്ക് സമയമുണ്ട്. സ്റ്റിൽ വി ആർ യങ്, സ്റ്റിൽ യു ക്യാൻ ഡു, സ്റ്റിൽ യു ഹാവ് ടൈം. ടുഡേ നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, ഇന്ന് നിങ്ങൾ അലൈവ് ആണ്, നിങ്ങൾക്ക് ജീവനുണ്ട്, നമുക്ക് ആയുസുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് എനിക്ക് ഇനി പറ്റും, ഇപ്പൊ എന്തൊക്കെയാണ് എനിക്ക് ശരിയാവാതെ കിടക്കുന്നത്, ഞാൻ ശരിയാക്കും, എനിക്ക് ശരിയാക്കിയേ പറ്റൂ എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. നമുക്ക് വിശ്വാസമുള്ള ഒരു ശക്തിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് വേറെ ആരെയും ബോധിപ്പിക്കാനും വേറുള്ളവർ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപക്കൂടി ചട്ടക്കൂടിൽ കൂടി പോവുക ഒന്നും വേണ്ട. നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്യുക. ഇനി അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നതും തുല്യമാണ്. നല്ല കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കും, ഞാൻ നല്ലത് ചെയ്യും, എൻ്റെ ലൈഫ് നല്ലതാണ്, എനിക്ക് പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട്സിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഈ ലൈഫ് റീബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പാടൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ടഫൊന്നുമല്ല, ഒരിക്കലും ഇമ്പോസിബിളും അല്ല. നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ. ആരും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എല്ലാം ഉള്ളതായിട്ട്, നമുക്കെല്ലാം ക്ലിയർ ആവും, നമുക്ക് സമാധാനം ഉണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും, നമ്മൾ ജീവിക്കുകയാണ് എന്നുള്ള ഫീലിങ്ങും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമല്ലോ അല്ലേ?